ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ദോശ ഉണ്ടാക്കാൻ വേണ്ടി അരി കുതിർക്കാം. അത് വെള്ളത്തിൽ ഒരു ഗ്ലാസ് നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് അരിയാണ് ഞാൻ എടുക്കുന്നത്. അത് ഒരു ഗ്ലാസ് അരി നമുക്ക് എടുത്തിട്ട് കുതിരാൻ. ഒരു ഗ്ലാസ് അരിക്ക് ഒരു 3/4 ഗ്ലാസ് ഉഴുന്ന്. ഏത് ഗ്ലാസ്സിലാണോ അരി എടുത്തത് ആ ഗ്ലാസ്സിൽ തന്നെ നല്ല സോഫ്റ്റ് ഇഡലിയും ദോശയൊക്കെ ചൂടാൻ വേണ്ടിയിട്ടാണ്. അത് കുതിരാൻ ഇടാം. അതിൻ്റെ കൂടെ നമുക്കൊരു 10 ഉലുവായൂടെ അതിൻ്റെ കൂടെ ഇടണം. എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കുതിരാൻ വെക്കാം. ഉഴുന്നും അരിയും 2 മണിക്കൂർ കുതിരാൻ വെച്ചിട്ടുണ്ട്. അത് നല്ലപോലെ കുതിർന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരച്ചെടുക്കാം. മിക്സിയുടെ ചെറിയ ജാറിലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. എനിക്ക് കുറച്ച് അരി ഉള്ളതുകൊണ്ട് അത് പരക്ക വെള്ളം അരി ഇട്ടിട്ട് അതിൻ്റെ പരക്ക വെള്ളം ഒഴിച്ച് നമുക്കിനി അരച്ചെടുക്കാം. ദോശയ്ക്കാണ് ഞാൻ അരയ്ക്കുന്നത്. നല്ലപോലെ അരച്ചെടുക്കാം. അരി അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉഴുന്ന് അരച്ചെടുക്കാം. പാത്രത്തിലൊക്കെ ഒഴിച്ചിട്ട് ആ ജാറിലോട്ട് തന്നെ ഞാൻ ഉഴുന്നിട്ടു. പാകത്തിന് എന്ന് പറഞ്ഞാൽ വെള്ളം ഒഴിച്ച് ഉഴുന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അത് ഈ അരിയുടെ കൂടെ തന്നെ ഒഴിച്ചെടുക്കാം. ഉഴുന്ന് അരച്ച് കഴിഞ്ഞു. ഇനി ആ ജാറ് കഴുകിയ വെള്ളം നമുക്ക് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം. അരി ഉഴുന്നും കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കാം. സ്പൂൺ വെച്ച് 2 മണിക്കൂർ കുതിർന്ന അരി ഉഴുന്നും അഴിച്ച് വെച്ചിരിക്കുന്നത്. ഇതിപ്പം വൈകിട്ട് അടിച്ച് വെച്ചാൽ നാളെ രാവിലത്തേക്ക് പരുവത്തിന് പൊളിച്ചിരിക്കും. അപ്പോൾ ഞാൻ ഉപ്പ് ചേർക്കത്തില്ല. നാളെ രാവിലെ മാത്രമേ ഉപ്പ് ചേർക്കത്തുള്ളൂ. പരുവാകുന്നവരെ കറക്റ്റ് മാവാണിത്. വെള്ളം ഒട്ടും കൂടുതലില്ല. കൂടിയാൽ കൊള്ളത്തില്ല. നല്ലപോലെ ഈ ഒരു പരുവത്തിൽ നമുക്ക് എടുത്ത് വെക്കാം. അതിന് നാളെ രാവിലെ ദോശ ഇടാം. നമ്മൾ അരച്ച് വെച്ച മാവ് പരുവത്തിന് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒരു തവിയിട്ട് കൊടുക്കാം. നല്ല സൂപ്പർ മാവായിട്ട് നല്ല ഉണ്ടോ സ്പോഞ്ച് പോലത്തെ നമുക്ക് ദോശ ഇട്ടെടുക്കാം. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ ഉപ്പിടുന്നു. ഒരു 1/4 സ്പൂൺ ഉപ്പ് നമുക്കിടാം. ഇത്ര ഉപ്പിടും. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ദോശ ചുട്ടെടുക്കാം. ദോശക്കല്ലടുപ്പ് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് എണ്ണ തേച്ച് കൊടുക്കാം. മാവ് ഒഴിക്കാം. ദോശ ഒരു സൈഡായിട്ട് നമുക്കൊന്ന് തിരിച്ചിടാം. ഈ സൈഡിൽ മുരിഞ്ഞ് വരണ്ട. ദോശ പരുവത്തിനായിട്ടുണ്ട്. നമുക്കിങ്ങനെ ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. നമുക്ക് 1 ഗ്ലാസ് അരിയും ഉഴുന്നും കൂടെ കുതിർത്തതിനകത്ത് നമുക്ക് ഒരു 20 ദോശയെങ്കിലും ചുട്ടെടുക്കാൻ പറ്റും. ഇതുപോലത്തെ സ്വാദിഷ്ടമായ ദോശ ഇടണമെങ്കിൽ ഈ റെസിപ്പി കാണുക. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.